ഡിയേഴ്സ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിലെ 11th ചാപ്റ്ററായ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഗ്രേറ്റ് ട്രക്ക് എന്താണെന്ന് പഠിച്ച് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. നോക്കൂ, ഇനി എന്താണ് ബുവർ വാർസ് ആണ് കേട്ടോ. ബുവർ വാർ എന്താണ്? ലെറ്റ് us examine the circumstances which became the causes of the Boer wars that changed the history of South Africa. സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ഈ ബൂവർ വാറുകൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Towards the end of the 19th century, mines of gold and diamond were discovered in the regions under the Boer republics. Thus, South Africa became the largest producers of gold and diamond. The Boer wars started when Britain attempted to merge the Boer republic വിത്ത് ദ ബ്രിട്ടീഷ് കോളനീസ്. എന്താ അവിടെ പറയുന്നത്? 19th സെഞ്ച്വറീൻ്റെ അവസാനത്തോടെ എന്താണ് ബോർ റിപ്പബ്ലിക്കിൻ്റെ ഈ പ്രദേശങ്ങളിൽ എന്താണ് ഈ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ മൈന് കണ്ടുപിടിക്കപ്പെട്ടു, ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ഗോൾഡ് ഡയമണ്ട് ഉൽപ്പാദകരായ ഈ സൗത്ത് ആഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം എന്താക്കി കൂട്ടിച്ചേർക്കാൻ എന്താക്കി ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് എന്ത് ഈ ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത് അല്ലേ. എങ്ങനെയാണ് ഈ ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്? ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ അവിടെ മൈനുകളൊക്കെ കണ്ടുപിടിച്ചു അല്ലേ. ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ മൈനുകൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ഈ ഗോൾഡ് ഡയമണ്ട് ഉൽപ്പാദകരായ ഈ സൗത്ത് ആഫ്രിക്ക മാറി അല്ലേ. അപ്പോൾ ഈ ബൂവർ റിപ്പബ്ലിക്കുകളെ ഈ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ എന്താണ് ഈ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് എന്ത് ബൂവർ യുദ്ധങ്ങൾക്ക് ആരംഭിച്ചത് അല്ലേ. ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. ഇനി ഫസ്റ്റ് ബോയർ വാർ എന്താ? ബൂവർ വാർ എന്താ നോക്കാം നമുക്ക്. ബ്രിട്ടൻ ക്യാപ്ചർ ട്രാൻസ്വാൾ ടു എക്സ്റ്റെൻഡ് ദെയർ റെയിൻ ടു മോർ റീജിയൻസ്. Following this, the first Boer War started 1880-81. The Boers won the battle and formed the Republic of South Africa, merging Transvaal and the nearby region. എന്താണ് ഒന്നാം ബോർ വാർ അല്ലേ? എന്താണ് ഒന്നാം ബോർ യുദ്ധം? എന്താണ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് ബ്രിട്ടൻ ഈ ബൂവറുകളിൽ നിന്ന് എന്താണ് ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം 1980-81 ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ഈ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒന്നാം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എന്താണ് ഈ ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് ഈ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്ന് ഈ ട്രാൻസ്വാൾ പിടിച്ചെടുത്തത്. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു അല്ലേ. ഈ യുദ്ധത്തിൽ ബൂവറുകൾ എന്താക്കി വിജയിക്കുകയും ഈ ട്രാൻസ്വാളും അതിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് എന്താക്കി ഈ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്കായി രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഇതാ നോക്കൂ, ട്രാൻസ്വാൾ ഇതാണ് അല്ലേ ഈ ട്രാൻസ്വാൾ. ഓക്കെ, ഇതാണ് ഇത് കേപ്പ് കോളനി. പിന്നെ ഇതാണ് അവിടെ അറ്റ്ലാന്റിക് ഓഷൻ, ഇത് ഇന്ത്യൻ ഓഷൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. ഓക്കെ, ദ സെക്കൻഡ് ബോയർ വാർ എന്താണ്? രണ്ടാം ബൂവർ യുദ്ധം അല്ലേ. Dispute over the asset from the gold mines and the control over them led to the second Boer War. The Boer administrators instituted tax on the gold mines. The British demanded the right to vote for their laborers in the mines. When this demand was denied by the Republican administrators, the armed struggle, the most destructive war in the history of South Africa, started അല്ലേ. എന്താണ് പറയുന്നത്? ഈ രണ്ടാം ബൂവർ യുദ്ധം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പം ഈ ഗോൾഡ് മൈൻ ഉണ്ടല്ലോ, ഗോൾഡ് മൈനിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച് എന്താണ് തർക്കങ്ങളാണ് എന്ത് ഈ രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് അല്ലേ. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഈ കൂടുതൽ പ്രദേശങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ എന്താക്കി ഈ ബൂവറുകളിൽ നിന്ന് ആ ട്രാൻസ്വാൾ പിടിച്ചെടുത്തു അല്ലേ. അപ്പോഴാണ് എന്ത് ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചത്. രണ്ടാം ബൂവർ യുദ്ധം എങ്ങനെയാണ് ആരംഭിച്ചത്? ഗോൾഡ് മൈനിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് എന്ത് ഈ രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ എന്താണ് ഈ മൈനുകൾക്ക് ഒരു ടാക്സ് ഏർപ്പെടുത്തി. ഈ മൈനിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് എന്താണ് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം എന്താണ് നിരസിച്ചതോടെയാണ് എന്ത് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഇവിടെ പറയുന്നത്?
എന്താ അവിടെ പറയുന്നത്? ബൂവർ ഭരണാധികാരികൾ എന്താണ് ഈ മൈനുകൾക്ക് എന്താണ് ടാക്സ് ഏർപ്പെടുത്തി അല്ലേ. അപ്പൊ മൈനിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികളുണ്ട്, അവർക്ക് ബ്രിട്ടൻ എന്താക്കി വോട്ടവകാശം ആവശ്യപ്പെട്ടു. അപ്പൊ ഈ റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ അല്ലേ അവരെന്താണ് ഈ ആവശ്യം എന്താണ് നിരസിച്ചു അല്ലേ. അപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം എന്താണ് ഈ ബൂവർ റിപ്പബ്ലിക്കുകളെ എന്താക്കി പരാജയപ്പെടുത്തി അല്ലേ. ബ്രിട്ടീഷ് ആർമി ഡിഫീറ്റഡ് ദ ബൂവർ റിപ്പബ്ലിക്സ് ഇൻ ദിസ് ബാറ്റിൽ. ഈ യുദ്ധത്തിൽ എന്താക്കി ഈ ബ്രിട്ടീഷ് ഈ ബൂവർ റിപ്പബ്ലിക്സിനെ പരാജയപ്പെടുത്തി അല്ലേ. ആസ് പെർ ദ ട്രീറ്റി ഓഫ് വെരീനി the boys approved the sovereign of Britain. The Union of South Africa was formed as an autonomous territory under the control of the British. Based on the new constitution implemented by the Union of South Africa, the British and the Afrikaners got a high consideration. However, the fundamental rights of the black people were denied. എന്താ അവിടെ പറയുന്നത്? ഈ വെരീനിക്കിംഗ് സന്ധി അനുസരിച്ച് എന്താ വെരീനിക്കിംഗ് ഓക്കെ വെരീനിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ട്രീറ്റി അല്ലേ. എന്താണ് ആ സന്ധി അനുസരിച്ച് ബൂവറുകൾ എന്താണ് ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു അല്ലേ. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. ആരാണ് ഈ ആഫ്രിക്കാനന്മാർ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഡച്ച്, ജർമ്മനി അവിടെ നിന്നൊക്കെ വന്ന പിന്മുറക്കാർ അല്ലേ. അപ്പോൾ അവർക്കും എന്താണ് ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ എന്താക്കി നിഷേധിക്കപ്പെട്ടു അല്ലേ. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ ബ്ലാക്ക് പീപ്പിൾ വെർ ഡിനൈഡ് അല്ലേ. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങളൊക്കെ എന്താക്കി നിഷേധിച്ചു അല്ലേ, ഡിനൈ ചെയ്തു. ഇതാണ് സെക്കൻഡ് ബോയർ വാർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് മഹാത്മാഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക. എന്താണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ അല്ലേ. നോക്കാം നമുക്ക്. ആൻ ഓട്ടോബയോഗ്രഫി എന്നാണ് കേട്ടോ. മഹാത്മാഗാന്ധിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എടുത്ത ഇതാണ് കേട്ടോ. അനദർ ഒഫീഷ്യൽ കെയിം ടു മീ ആൻഡ് സെഡ് കം അലോങ് യു മസ്റ്റ് ഗോ ടു ദ വാൻ കമ്പാർട്ട്മെന്റ് ബട്ട് ഐ ഹാവ് എ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് സെഡ് ഐ. എന്താണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഗാന്ധിജി പറഞ്ഞത്? പക്ഷേ എനിക്ക് എന്താണ് 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ. ദാറ്റ് ഡസൻറ്റ് മാറ്റർ rejoin the other. I tell you, you must go to the van compartment. അതൊന്നും നോക്കണ്ട അല്ലേ. എന്താണ് അതൊന്നും കാര്യമാണ്, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് അയാൾ പറയുകയാണ് അല്ലേ. I tell you, I was permitted to travel in this compartment at Durban and I insist on going on it. എന്താണ് ഡർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇത് ആണ് എന്താ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പൊ മറ്റവരെന്താ പറയുന്നത്? നോ യു വോണ്ട്, സാധ്യമല്ലായിരുന്നു അല്ലേ. സെഡ് ദ ഒഫീഷ്യൽ യു മസ്റ്റ് ലീവ് ദിസ് കമ്പാർട്ട്മെന്റ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ഓർ എൽസ് ഐ ഷാൾ ഹാവ് ടു കോൾ എ പോലീസ് കോൺസ്റ്റബിൾ ടു പുഷ് യു ഔട്ട്. അല്ലെങ്കിൽ എന്താണ് അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ എന്താണ് വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരുന്നു ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ് അല്ലേ. ദ കോൺസ്റ്റബിൾ കെയിം. He took me by the hand and pushed me out. My luggage was also taken out. എന്താ അവിടെ പറയുന്നത്? ശരി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താക്കി ഒരു കോൺസ്റ്റബിൾ വന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തോളൂ, ഞാൻ സ്വമതയെ എന്താവും പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ വന്ന് അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങൾ എന്താക്കി പുറത്തേക്ക് എറിഞ്ഞില്ലേ. ദ ഈവനിങ് ട്രെയിൻ അറൈവ്ഡ്. ദർ വാസ് എ റിസർവ്ഡ് ബർത്ത് ഫോർ മീ. ഐ നൗ പർച്ചേസ്ഡ് അറ്റ് മെരിറ്റ്സ്ബർഗ് ദ വെഡിങ് ടിക്കറ്റ് ഐ ഹാഡ് റിഫ്യൂസ്ഡ് ടു ബുക്ക് അറ്റ് ഡർബൻ. എന്താണ് അപ്പോൾ വൈകിട്ടത്തെ തീവണ്ടി വന്നു, അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു. ഡർബാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി എന്നാണ് ഓട്ടോബയോഗ്രഫിയിൽ ഗാന്ധിജി എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗാന്ധിജി ഡിസ്ക്രൈബ്സ് ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി ദ ദെൻ സോഷ്യൽ കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയാണിത് ഗാന്ധിജി തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ആത്മകഥയിൽ വിവരിക്കുന്നത്. മഹാത്മാഗാന്ധി റീച്ച്ഡ് South Africa in 1893. It was a period of undeclared racial discrimination in the Indian opinion. A daily started by Gandhiji in Africa, he wrote about the discrimination of the colonial administration towards the Africans. Thus, Africans alone are the original inhabitants of this land. The whites have occupied the country
forcibly and appropriated it to themselves. എന്താണ് പറയുന്നത്? ഈ മഹാത്മാഗാന്ധി 1893 ഇത് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയത്. അപ്രഖ്യാപിത ഈ ഡിസ്ക്രിമിനേഷൻ്റെ കാലമായിരുന്നു അത്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന ഈ വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ഫലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനയിലാക്കുകയും ചെയ്തു. എന്താണ്? ആഫ്രിക്കക്കാരാണ് അവിടുത്തെ ഭൂമിയിലെ ആദ്യമുള്ള ആൾക്കാർ. ഈ വെള്ളക്കാരാണ് ആ ഭൂമി ഫലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനയിലാക്കുകയും ചെയ്തതെന്ന്. ഗാന്ധിജി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ വോളണ്ടറി ആക്ടിവിറ്റീസ് ടു എക്സ്റ്റെൻഡ് ഹെൽപ്പ് to the ones who underwent sufferings in the Second Boer War. It was here that Gandhiji experimented the weapons of satyagraha, non-cooperation and civil disobedience. Hence, South Africa is known as Gandhiji's political laboratory. അപ്പോൾ രണ്ടാം ബോർ യുദ്ധകാലത്ത് എന്താണ്? ഈ യുദ്ധക്കെടുതികളിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന ഈ കുറേ പ്രവർത്തനങ്ങളുണ്ട് അല്ലേ അദ്ദേഹത്തിലൊക്കെ. അതിലൊക്കെ എന്താണ്? അദ്ദേഹം പങ്കെടുത്തിരുന്നു. സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ സത്യാഗ്രഹം, പിന്നെ അതുപോലെ എന്താണ് സത്യാഗ്രഹ, പിന്നെ നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്, നിസ്സഹകരണ, നിയമലംഘനം തുടങ്ങിയ ഈ സമരരീതികളൊക്കെ ഗാന്ധിജി പരീക്ഷിച്ചത് എന്താണ്? ഈ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണിത് ഈ സൗത്ത് ആഫ്രിക്ക അറിയപ്പെട്ടത്. എന്താണ്? ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി എന്നാണ് ഈ സൗത്ത് ആഫ്രിക്കയെ അറിയപ്പെട്ടിരുന്നത് അല്ലേ. ദ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഇനി എന്താണ് ഇവിടെ? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനാണ് കേട്ടോ, രൂപീകരണം. ദ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ലെഡ് ബൈ ദ വൈറ്റ്സ് കെയിം ടു പവർ ഇൻ ദ ഫസ്റ്റ് ഇലക്ഷൻ ആഫ്റ്റർ South Africa became an autonomous territory under the control of Britain. They brought in laws in the housing, administration and industrial sectors which would affect the people. The racial differentiation between the blacks and the whites got intensified. Peoples were denied the freedom of movement and the right to education. The organization, the African Native National Congress, formed to protect the rights of the people of Africa, was later came to be known as the African National Congress. The leaders of the African National Congress devised several means of struggles to build a discrimination-free South Africa. എന്താണ് പറയുന്നത്? സൗത്ത് ആഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഒരു വെള്ളക്കാരാൽ നിയമിക്കപ്പെട്ട ഈ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. എന്താണ് അവിടെ പറയുന്നത്? ഹൗസിങ്, അതായത് പാർപ്പിടം, പിന്നെ ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. പിന്നെ കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണിത് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. ഈ വിവേചനരഹിത സൗത്ത് ആഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ഇങ്ങനെ ഈ എന്താണ് അതായത് എന്താണ് ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ അല്ലേ വിവേചനരഹിത സൗത്ത് ആഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ എന്താണ് പല സമര മാർഗങ്ങളും എന്താക്കി ആവിഷ്കരിച്ചു. Let us examine the oppressive laws and their consequences in South Africa during the tenure of different governments. ഈ സൗത്ത് ആഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ ഈ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ലോസ് എന്തായിരുന്നു, കോൺസിക്വൻസ് എന്തായിരുന്നു, ഇതൊക്കെ എന്താണ് ഇവിടെ വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയതാണ് അല്ലേ. സൗത്ത് ആഫ്രിക്കയിൽ അധികാരത്തിലെത്തിയ വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളാണ് അല്ലേ. അപ്പോൾ ലോസ് നോക്കിയ ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻസ് ആക്ട് എന്താണ് ഖനി തൊഴിൽ നിയമം അല്ലേ. മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട് എന്താണ് അതിലെ കോൺസിക്വൻസസ് ഫലങ്ങൾ സ്കിൽഡ് വർക്ക്സ് വർ റിസർവ്ഡ് ഓൺലി ഫോർ ദ വൈറ്റ്സ് എന്താണ് നല്ല വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകളാണ് അല്ലേ. വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് എന്താക്കി അത് അവർക്ക് റിസർവ് ചെയ്തു അല്ലേ. വെള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു. നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്താണ് നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ലാൻഡ് ആക്ട് അല്ലേ ഭൂനിയമം.
The blacks were allocated special areas called reserves and were not allowed to purchase land in other areas. ഇപ്പം നമ്മളെ നാട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ഥലം വാങ്ങാലോ. പക്ഷേ ഇവർക്ക് എന്താണ്, കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്നൊന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇവർ വാങ്ങരുത്. ഇത് കറുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ ഇവിടെ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. റിസർവ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാത്രമേ ഇവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. വേറെ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ അലൗഡ് അല്ല. നെക്സ്റ്റ് നോക്കൂ, നേറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട്. എന്താണ്? പ്രാദേശിക നഗരപ്രദേശ നിയമം. ബ്ലാക്സ് വെർ റിസ്ട്രിക്റ്റഡ് ഫ്രം എൻ്ററിങ് സിറ്റീസ്. എവിടെയാ? സിറ്റികളിലൊക്കെ അല്ലേ. കറുത്ത വർഗ്ഗക്കാർക്ക് എന്താണ്? സിറ്റിയിലേക്ക് പ്രവേശിക്കാനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി. അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. നെക്സ്റ്റ് നോക്കൂ, സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ട്സ് ആക്ട്. ഇനിയോ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ടർമാരുടെ പ്രത്യേക ഒരു പ്രാതിനിധ്യ നിയമമാണ് അല്ലേ. ബ്ലാക്സ് വർ റിമൂവ്ഡ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റ്. കറുത്ത വർഗ്ഗക്കാരെ എന്താണ്? ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് നീക്കം ചെയ്തു. ഇതൊക്കെയാണ് എന്ത്? കറുത്ത വർഗ്ഗക്കാരോട് അവർ കാണിച്ച ആ നിയമങ്ങളല്ലേ. അതിൻ്റെ ഫലങ്ങളും ഇതാണ് അല്ലേ. ഭയങ്കര കഷ്ടമാണ് അല്ലേ. നോക്കാം നമുക്ക്. ഇനിയാണ് നമ്മൾ നെൽസൺ മണ്ടേല വരുന്നത് അല്ലേ. ഓക്കെ.